നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ലോക്സഭാ സമ്മേളനം തുടങ്ങിയ നാൾ മുതൽ BJP പ്രതിരോധത്തിലാവുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. കോൺഗ്രസ് നേതൃത്വം അതിശക്തമായി പ്രതിപക്ഷത്തിൻ്റെ വിശ്വാസ്യതയിൽ മുന്നോട്ട് പോകുമ്പോൾ അവിടെ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി അതിശക്തമായി തൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യം BJPക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു: ഭരണം മുന്നോട്ട് പോകുക അത്ര എളുപ്പമല്ല എന്നുള്ളത്. ഇതിനിടയിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കും എന്നായപ്പോൾ BJP പ്രതിരോധത്തിലായി. അതിനേക്കാൾ ഉപരിയായി ഓം ബിർള എടുത്ത ചില നയങ്ങൾ അത് പുനഃപരിശോധിക്കാൻ കോൺഗ്രസ് നടത്തിയ ഒരു ശക്തമായ നീക്കം എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. കോൺഗ്രസ് നേതൃത്വത്തോട് കാണിച്ചിരുന്ന അവജ്ഞതയും അധികാര മനോഭാവം കൊണ്ട് BJP എന്തുമാകാം എന്നുള്ള ഗർവുമെല്ലാം അടക്കി വെച്ചോളൂ എന്ന് കോൺഗ്രസ് നേതൃത്വം താക്കീത് നൽകി കഴിഞ്ഞു. ഇപ്പോഴിതാ ലോക്സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിന് അർഹതയുള്ള പാർട്ടി എന്ന രീതിയിൽ 101 സീറ്റുകളുള്ള കോൺഗ്രസ്സിന് ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിൽ കുറഞ്ഞതൊന്നും തന്നെ ആഗ്രഹമില്ല. ഡെപ്യൂട്ടി സ്പീക്കർ പദവി എന്നത് കോൺഗ്രസ്സിന് മാതൃകാപരമായി ലഭിക്കേണ്ട ഒരു കാര്യമാണ്. സ്പീക്കർ പദവിയിലേക്ക് ഒരു കനത്ത മത്സരം നടന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ വിധി മറ്റൊന്നായനെ എന്ന് വിശ്വസിക്കുന്നവർ പ്രതിപക്ഷത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്ക് DMKയോ സമാജ്വാദി പാർട്ടിയോ ആരെ പരിഗണിച്ചാലും കോൺഗ്രസിൽ നിന്നൊരാളാവരുത് എന്ന പിടിവാശിയിൽ BJP നിൽക്കുമ്പോൾ സഖ്യകക്ഷികൾ, അതായത് ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന സഖ്യകക്ഷികൾക്ക് അത്തരത്തിൽ ഒരു രീതിയിലുള്ള ആഗ്രഹവും ഇല്ല എന്നുള്ളതാണ്. കോൺഗ്രസിൽ നിന്നൊരാളാകട്ടെ ഏറ്റവും കൂടുതൽ MPമാരുള്ള പ്രതിപക്ഷ പാർട്ടി കോൺഗ്രസ്സാണ് നയിക്കുന്നത് എന്നത് കൊണ്ട് തന്നെ അത്തരത്തിൽ തന്നെയാണ് പ്രതിപക്ഷം ഒന്നടങ്കം കാര്യങ്ങൾ പറയുന്നത്. ഇതിനോടകം തന്നെ പൊതുതാൽപര്യ ഹർജിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സുപ്രീം കോടതി ഈ കാര്യം പരിഗണിക്കുകയാണ്. അതുകൊണ്ട് തന്നെ DY ചന്ദ്രചൂഡ് ഉചിതമായൊരു മറുപടി പറയുമ്പോൾ തീർച്ചയായും ഡെപ്യൂട്ടി സ്പീക്കർ പദവി കോൺഗ്രസിലേക്ക് ലഭിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും ഉരുത്തിരിഞ്ഞു വരുമെന്ന് അഭിഷേക് മനു സിംഗ്വി അടക്കമുള്ളവർ കൃത്യമായി പ്രവചിക്കുന്നുണ്ട്. അതുമാത്രമല്ല, നേരത്തെ മണിപ്പൂരിലും ഇത്തരത്തിലുള്ള സംഭവ വികാസം ഉണ്ടായിട്ടുണ്ട്. അവിടെയും ഡെപ്യൂട്ടി സ്പീക്കറുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കാതെ BJP അവരുടെ അധികാര രാഷ്ട്രീയവുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിനോടകം തന്നെ നമുക്കറിയാം 5 സംസ്ഥാനങ്ങൾക്കും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനും ഇതിനോടകം തന്നെ നിരവധിയായ തവണ നോട്ടീസ് അയച്ച സംഭവ വികാസങ്ങളുണ്ട്. കോടതിയെ ലംഘിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കോടതി അലക്ഷ്യമായി കാര്യങ്ങൾ പരിണമിക്കാൻ ഒരിക്കലും BJPക്ക് കഴിയില്ല. BJPയെ കൊണ്ടത് പറ്റുകയുമില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ കോൺഗ്രസ് കോടതിയെ സമീപിച്ചത് എന്തുകൊണ്ടും ഉചിതമായ തീരുമാനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കോൺഗ്രസ്സിന് വരുമ്പോൾ സ്പീക്കറുടെ എല്ലാ പദവിയും കൃത്യമായിട്ടും ഡെപ്യൂട്ടി സ്പീക്കർക്ക് സ്പീക്കറുടെ അഭാവത്തിൽ നടപ്പിലാക്കാൻ കഴിയും. അത് BJPക്ക് വലിയ ക്ഷീണമാകും. സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ ഉള്ള സമയത്തൊക്കെ BJPക്ക് വലിയ പ്രഹരം പ്രതിപക്ഷത്തിൽ നിന്നും ഏൽക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്ന് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും കൃത്യമായിട്ട് അറിയാം എന്നുള്ളതാണ് വാസ്തവം. 2014 വരെ, അതായത് 1990 മുതൽ 2014 വരെ ഡെപ്യൂട്ടി സ്പീക്കർ പ്രതിപക്ഷത്തിനായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ആരൊക്കെ ആ സ്ഥാനത്ത് മാറി വരുമോ അവർക്കൊക്കെ 2014 ഒന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് പോലും 37 സീറ്റുകൾ MPമാരായി ഉണ്ടായിരുന്ന AIDMKയ്ക്കായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകിയത്. തമ്പിദുരൈയായിരുന്നു അന്ന് ആ സ്ഥാനം വഹിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ കോൺഗ്രസ്സിലേക്ക് അത് ചേക്കേറും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല എന്നുള്ള നീക്കത്തിലേക്കാണ്. എപ്പോഴും കോൺഗ്രസ്സിനെ അകറ്റാൻ പല രീതിയിലുള്ള നടപടികളും കൈക്കൊള്ളാൻ ഒരു മടിയും കാണിക്കാത്ത BJPക്ക് കോൺഗ്രസ്സിന് നൽകാൻ നല്ല വിമുഖത കാണിക്കും. പക്ഷേ യാഥാർത്ഥ്യം എന്തെന്നാൽ കോൺഗ്രസ്സിന് നൽകിയേ പറ്റൂ എന്നുള്ളത് ഒരു രീതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം 95-ാം ഭേദഗതി പ്രകാരം, അനുച്ഛേദപ്രകാരം കൃത്യമായിട്ടും ഇത്തരത്തിൽ ഒരു കാര്യം ഭരണഘടനയിൽ തന്നെ നിഷ്കർഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് യാഥാർത്ഥ്യമായേ പറ്റൂ. ഡെപ്യൂട്ടി സ്പീക്കർ പദവി കോൺഗ്രസ്സിൽ ലഭിച്ചില്ലെങ്കിൽ തെരുവിലേക്ക് ഇറങ്ങുന്ന കാര്യം തീരുമാനിച്ചിരിക്കുകയാണ്.